പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയനയോടും നവിയോടും പറയുന്നുണ്ട് കേട്ടോ ഗോവിന്ദൻ, എത്രയും പെട്ടെന്ന് നന്ദുവിനെ വിളിക്കുക. ഇനി ഫ്രണ്ട്സിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ അവൾ പിന്നെ ഇവിടെ ഉള്ളവരെയൊന്നും ഓർമ്മിക്കത്തില്ല, മറന്നു പോകും. നമുക്ക് നന്ദു കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറയും. അവിടെ അനിയും ഉണ്ടോ, അനിയും കാണാറുണ്ടോ എന്നൊക്കെ കനക ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഈ കൂട്ട് അവനെ കാണുന്നതൊക്കെ ഒഴിവാക്കാൻ പറയണം. അനാമികയും അവരുടെ വീട്ടിലുള്ളവരെ സ്വഭാവങ്ങൾ അറിയാമല്ലോ, അവർ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനും കനയും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അനന്തപുരിയാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ അനാമികയും ജലജയും ജാനകിയും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഇപ്പോൾ അവളുടെ വീട് ഒരു മരണ വീടായി കാണും, അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്നൊക്കെ. അപ്പോൾ ഞാൻ അഭിയേനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ പാളിപ്പോയനെ, നിൻ്റെ വീട്ടിൽ ഞാൻ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ ഭയങ്കര സന്തോഷത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ ജാനകിക്കും വളരെ സന്തോഷമുണ്ട്. കാര്യം ജാനകിയും പറയുന്നുണ്ട് കേട്ടോ, ഇനി ഒരിക്കലും അവൾക്ക് എസ് ഐ ആവാൻ കഴിയില്ലല്ലോ, ക്രിമിനൽ കേസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എസ് ഐയിൽ ഇതിലൊന്നും ചേരാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അനാമിക റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, ഇനി ഇതിൻ്റെ പേരിൽ അനി വന്നിട്ട് അനാമിക ഇനി പുറത്താക്കുമോ എന്നൊക്കെ ജാനകിയോട് പറയുന്ന സമയത്ത് ജാനകി പറയുന്നത്, അവൻ മാത്രം തീരുമാനിച്ചാൽ പറ്റത്തില്ലല്ലോ, ഞാനും സമ്മതിക്കണ്ടേ, ഇപ്പം അനിയെക്കാട്ടി എനിക്കിഷ്ടം അനാമികയാണെന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്നുണ്ട്. ആ സമയം ജലജയ്ക്ക് ഒരുമാതിരി മനസ്സിലത്ര താല്പര്യമൊന്നുമില്ല. ജലജയ്ക്ക് അനാമിക ഇഷ്ടമല്ലല്ലോ. ആദർശും ജയനും അജയനും ഒക്കെ ഈ നന്ദുവിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കാര്യം അച്ഛൻ വിളിച്ചിട്ട് മാരാർ വക്കീലിൻ്റെ അടുത്ത് പറയുന്നത് മുമ്പ് തന്നെ ആ കേസ് മാരാർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ സമയം ദേവേനെ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരാണ് വക്കീലിനെ വെച്ചതെന്ന് മാത്രം അച്ഛനോട് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എങ്ങനെയും കേസ് വിജയിക്കുമെന്നാണ് മാരാർ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ദേവേനിക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കേൾക്കുമ്പോൾ. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ഇനി വക്കീലുമായിട്ട് ഇനി നയനയുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല അങ്ങനെ കാണത്തില്ല, കാര്യമേ അങ്ങനെയാണെങ്കിൽ നയന എന്നോട് പറയില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് കേട്ടോ. മാരാർ വക്കീൽ കേസ് ഏറ്റെടുത്ത കേസ് തോക്കില്ല എന്നാണ് എല്ലാവരും പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ദേവേനി പറയുന്ന സമയത്ത് ജയൻ പറയുന്നുണ്ട്, തോക്കില്ല, പക്ഷെ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ തോക്കാൻ വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ജയൻ പറയുന്നുണ്ട് കേട്ടോ. അതെന്തിനാ ജയേട്ടാ അങ്ങനെയൊക്കെ പറയുന്നത്, നന്ദു നിരപരാധിയാണെങ്കിൽ രക്ഷപ്പെടണം എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ദേവേനിയും പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, തെറ്റ് കണ്ടാൽ എന്തായാലും നന്ദു പ്രതികരിച്ചിരിക്കും, നയനെ പോലെ തന്നെ ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്ന കുട്ടിയാണ് നന്ദു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ദേവേനിക്ക് വളരെയധികം സന്തോഷമാകുകയാണ് ചെയ്യുന്നത്. എന്തായാലും അവൾ പോലീസോ യൂണിഫോം ഇട്ട് വരേണ്ട കുട്ടി തന്നെയാണെന്നൊക്കെ ആദർശ് നന്ദുവിനെക്കുറിച്ച് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പോലീസ് സ്റ്റേഷനാണ് കേട്ടോ കാണിക്കുന്നത്. നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് അനി വരുന്നുണ്ട്. അപ്പോൾ അനി വന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയത് എങ്ങനെയൊക്കെ എന്നൊക്കെ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്കൊരു തെറ്റ് പറ്റിയതല്ല, കാര്യം എന്നെ പെടുത്തിയതാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുട്ടി ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഇടപെട്ടതാണ്, പക്ഷേ പിന്നീട് എനിക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എന്നെ പെടുത്താനുള്ള ഒരു ചതിയാണെന്നുള്ളത് എനിക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം നന്ദുവിൻ്റെ കയ്യിൽ അനി പിടിച്ച് ആശ്വസിപ്പിച്ചതിന് ശേഷം വളരെ സങ്കടത്തോടെ കരഞ്ഞുവിട്ട് തന്നെയാണ് അനി വെളിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്ത് തന്നെ ഒരു വനിതാ എസ് ഐ വന്നിട്ട് ചോദിക്കും, എന്താ കാമുകനാണോ എന്നൊക്കെ. അപ്പോൾ നന്ദു ദേഷ്യത്തിൽ പറയും, കാമുകനൊന്നുമല്ല, ഇത് ഒരാളുടെ ഭർത്താവാണെന്നൊക്കെ ഇങ്ങനെ പറയും. എനിക്ക് കണ്ടപ്പോൾ തോന്നി ഇത് കാമുകനാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ദേഷ്യത്തിൽ നന്ദു അവിടെ ഇരിക്കുന്നുണ്ട്. വെളിയിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് എസ് ഐ വരുന്നത് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വഴിയുണ്ടോ ഇവളെ പുറത്തിറക്കാനെന്നൊക്കെ. അപ്പോൾ എസ് ഐ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ആരാ ഇവളെന്നൊക്കെ. അപ്പോൾ പറയണേ എൻ്റെ കൂട്ടുകാരി, എങ്കിൽ പിന്നെ നന്നായിരിക്കും എന്നൊക്കെ അയാൾ വളരെ ഒരുമാതിരി മോശത്തിലിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവർ അങ്ങനെ മോശപ്പെട്ട കുട്ടിയൊന്നും അല്ല, അവൾ എസ് ഐ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കുട്ടിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കുട്ടികൾ എസ് ഐ ആവാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് എസ് ഐ പോകുന്നുണ്ട്. അപ്പം എനിക്ക് വളരെയധികം വിഷമമാകുന്നുണ്ട് കേട്ടോ. കാണിക്കുന്നത് മുത്തശ്ശി വളരെയധികം ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അനി അവിടേക്ക് വരികയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തായി, എന്തെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ. അപ്പോൾ പറയുന്നില്ല മുത്തശ്ശി, ഒന്നും ആയില്ല, ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനി വളരെ വിഷമത്തോടെ തന്നെ പറയുന്നുണ്ട്, നാളെ ഇനി കോടതിയിൽ ഹാജരാക്കുമ്പോൾ കേസ് തോറ്റു കഴിഞ്ഞാൽ അവളെ ജയിലിലേക്ക് കൊണ്ടുപോകും, പക്ഷേ പിന്നെ അവൾക്ക് എസ് ഐ ക്യാമ്പിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതിന് പങ്കെടുക്കാനോ ഒന്നും തന്നെ കഴിയുന്നില്ല, അത് അവളെ ഒരു സ്വപ്നമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അനി വളരെ വിഷമത്തോടെ പറയുന്ന സമയത്തേക്ക് അവിടേക്ക് അനാമിക വരുന്നുണ്ട് കേട്ടോ.
അവൾ ജയിലിൽ പോകണമെങ്കിൽ പോട്ടെ, അവന് നിനക്കെന്താന്നൊക്കെ ചോദിച്ചിട്ട് അനാമിക വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയണ്ട, അവൾ നല്ല കുട്ടിയല്ലേ, നല്ല കുട്ടികളെ ആണെങ്കിൽ അവിടെ ജയിലിൽ പിടിച്ചുകൊണ്ട് പോകുമോ എന്നൊക്കെ ഇങ്ങനെ അനാമിക വളരെ മോശമായിട്ട് ഇത് നന്ദുവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീയും നിൻ്റെ അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ട് ചെയ്തതാണെന്നൊക്കെ ഇങ്ങനെ അവളുടെ അടുത്ത് കൂടെ മുത്തശ്ശിയുടെ മുമ്പ് വെച്ച് തന്നെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, ഞാനും എൻ്റെ വീട്ടുകാരൊന്നുമല്ല, അവൾക്ക് ഇഷ്ടം പോലെ ശത്രുക്കളുണ്ടല്ലോ, അവരാരെങ്കിലും ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. മിക ഒറ്റയ്ക്ക് വന്ന് നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് അനി വരികയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അനി ചെയ്യും, നിൻ്റെ സന്തോഷത്തിൻ്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ തന്നെയാണ് ഇങ്ങനെ ചെയ്തത്, കള്ളക്കേസ് ഉണ്ടാക്കി അവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് നീ തന്നെയാണ്, നീയും നിൻ്റെ അച്ഛനും അമ്മയും തന്നെയാണെന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. നന്ദു ഒരിക്കലും യൂണിഫോം ഇടാനും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം അവളെ രക്ഷപ്പെടാനും പോകുന്നില്ല, ഈ കേസ് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കാനും പോകുന്നില്ല. കാര്യം ഒരു പെൺകുട്ടി മൊഴി വരെ കൊടുത്തിട്ടുണ്ട്, ഒരിക്കലും അതുകൊണ്ട് എവിടെ രക്ഷപ്പെടില്ല എന്നൊക്കെ ഇങ്ങനെ അനിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിക്ക് ദേഷ്യവും വരുന്നുണ്ട്, വിഷമവും വരുന്നുണ്ട്. എന്നിട്ട് അനാമിക അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ അനി വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സീനോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പത്തരമല്ലിലെ പുതിയ എപ്പിസോഡ് കാണുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.